അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ തന്നെയാണ് ഞാൻ അതിലിരിക്കും കുറച്ചു നേരം. ഒരു പ്രശ്നത്തിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും ഞാൻ അതിൽ തന്നെ ഇരിക്കും. ഞാൻ അത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളെപ്പോഴും ഫേസ് ചെയ്യുക, നമ്മൾ അതിൽ ഗോ ത്രൂ ചെയ്യുക, സിറ്റ് വിത്ത് ഇറ്റ്. ഒരു ടെൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും അൾട്ടിമേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ അൾട്ടിമേറ്റ് ചിന്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ സംഭവം ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ഫുള്ള് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും അത്. നമ്മളത് പെട്ടെന്ന് മാറ്റാൻ വേണ്ട, എന്നൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കാം, ശരിയാവില്ല. അല്ലെങ്കിൽ ചിലർ വേറെ പലതും മാർഗ്ഗങ്ങൾ നോക്കുമായിരിക്കും അതിൽ നിന്ന് മൈൻഡ് മാറ്റാൻ. ഒന്നും മാറില്ല, വീണ്ടും അതിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും. എസ്കേപ്പ് ആവാൻ നോക്കുന്തോറും അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാം. വായിക്കില്ല? വായന നന്നായിട്ട് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനിപ്പോൾ സംസാരത്തോടെ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഒട്ടും വായിക്കില്ല? ഇല്ല, വായന വളരെ കുറവാണ്. പക്ഷെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് നല്ല വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. ഇൻ്റർവ്യൂസും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരാൾ പറഞ്ഞു തരുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചേട്ടനായിട്ട് ഒരുപാട് സംസാരിക്കും. ആൾ വായിക്കും, ആൾ ഒരുപാട് കാണും, ഒരുപാട് ഗുരുക്കന്മാരുടെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഞങ്ങളത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന് കരുതി ഭയങ്കര അയ്യോ അതല്ല കേട്ടോ, ആവശ്യമുള്ള സാധനങ്ങൾ പിക്ക് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് അവെയർ ആവാറുണ്ട്. മനസ്സമാധാനം കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു എന്തിനാ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ തന്നെ ഫുള്ള് നിങ്ങളിരുന്ന് കാണും, ഭയങ്കര മാറ്റം ഉണ്ടാവും. കാഴ്ചപ്പാട് മാറ്റം ഉണ്ടാവും ലാലേട്ടൻ്റെ ഒക്കെ. ഭയങ്കര എന്ത് പ്രശ്നം വന്നാലും അത് ഇപ്പൊ ആദ്യമൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നാറില്ല. ഇപ്പൊ കാണുമ്പോൾ ഇത് എങ്ങനെയല്ലേ, ഭയങ്കര ഈസി ആയിട്ട് തമാശയായിട്ടും പലതും പറഞ്ഞു പോകുന്നത് ഭയങ്കര അയാൾ എന്നെ പറ്റി പറഞ്ഞു, അത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോഴേ ഞാൻ എന്താ മോനെ നിന്നോട് ചെയ്തേ, അതൊക്കെ ഭയങ്കര അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. തരുൺ പറഞ്ഞല്ലേ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞ അത് കളയുന്നത് ഭയങ്കര വലിയ കാര്യല്ലേ. നമ്മൾ അകലിരിക്കും, ഓ ഇവൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കമന്റ് കണ്ടാൽ നമ്മൾ അതിലിരിക്കും. അത് വിട്ട് കളയാന്നുള്ളത് വലിയ കാര്യമല്ലേ ഇപ്പോഴത്തെ കാലത്ത്. സോ അത് 2-3 കണക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പിന്നെ സെറ്റാവും. അതിന് ശരിക്കും ഒരു മീ ടൈം ഒക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്ത്? മീ ടൈം കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ചിന്തിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്തിക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കുറേ പാസ്റ്റും കാര്യങ്ങളൊക്കെ ലൈഫ് ഇങ്ങനെ ജേണിയൊക്കെ ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഇഷ്ടം അത് ആലോചിക്കുമ്പോൾ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു സന്തോഷമില്ലേ, കിക്ക് കിട്ടും. അത് ശരിക്കും അങ്ങനെയാണല്ലോ. നമ്മൾ പണ്ട് കഴിഞ്ഞു പോയതോ ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, നമ്മൾ അന്നും ദൂരം ടെൻഷൻ അടിച്ചു. ഞാൻ 5 വർഷം മുമ്പ് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാര്യം ഇന്നാലോചിക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കിക്കാ. അതുകൊണ്ടാണ് ഇന്നൊരു വിഷമം വരുമ്പോൾ ഇത് നാളത്തേക്കുള്ള കോമഡിയാണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും, എനിക്ക് ഇഷ്ടം അതൊക്കെ. ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയാണ് കാഴ്ചപ്പാടിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊരു ഫോട്ടോയിൽ ഒരാൾ കമന്റ് ഇട്ടാന്ന് തോന്നുന്നു, അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പിന്നീട് ഓർക്കുമ്പോൾ ചിരിക്കും. അന്ന് ചിരിച്ചതെല്ലാം നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ കരയുമെന്ന് പറഞ്ഞ പോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികൾ മാറുന്നതായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കില്ല. ഇല്ല, ടെൻഷൻ അടിക്കണം. ടെൻഷൻ വരുമ്പോൾ അതിലിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓടിപ്പോകരുത് അതിൽ നിന്ന്. ടെൻഷൻ അടിച്ചങ്ങ് തീർക്കണം. പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര നമ്മളെ ഏൽക്കില്ല. നമ്മൾ പറയില്ല ഒരു കാര്യം ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ സദ്ഗുരുവൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മങ്കി എന്നുള്ളൊരു വേർഡ് നിങ്ങളൊരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുരങ്ങനെ കുറിച്ച് ഇപ്പോൾ കുരങ്ങനെ ഇരിക്കുന്ന ചാടുന്നൊക്കെ ഓർമ്മ വരും ആ വേർഡ് പറഞ്ഞാൽ. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഇത് ചിന്തിക്കേണ്ട, അപ്പം എത്രത്തോളം അവരെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പുറകെ വരുന്നവർ. അതേസമയം ആണല്ലേ ഓക്കെ ടെൻഷൻ, അതിനെ മാത്രം ചിന്തിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. ഞാൻ അങ്ങനെ ചെയ്യാം, ഭയങ്കര ഈസിയാ, വർക്കാവുന്ന പരിപാടിയാണ് സത്യമായിട്ട്. പ്രശ്നം എല്ലാവരും അങ്ങനെ അപ്ലൈ ചെയ്യട്ടെ. തീർച്ചയായിട്ടും എന്നെ ഇതെല്ലാരും കൂടെ സദ്ഗുരു അതിഥി. അയ്യോ അല്ല, പക്ഷെ കറക്റ്റ് പോയിന്റ്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ടത് വിട്ടേക്ക്, സ്ക്രോൾ ചെയ്ത് വിട്ടേക്ക്.
ഓക്കെ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഓണം സമയമാണ്. ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിൽ കൂടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ ഞാൻ അമ്പലത്തിൽ പോയതൊക്കെ ആയിരിക്കും ഓർമ്മ, അല്ലെങ്കിൽ നാടകം കാണാൻ പോയത്. ചില മണങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കും, ചില ഫീലിങ്സ് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ആ സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ 10 വർഷം മുൻപ് ഈ പാട്ട് കേട്ട മൂഡ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അങ്ങനെ ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ ശരിക്കും ഓർമ്മ? എനിക്ക് എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ അതൊക്കെ തന്നെ. ഇപ്പോൾ ഓണത്തിന് ഞങ്ങളുടെ കൂടുതലും വരുന്ന എൻ്റെ അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പം അച്ഛനില്ല മിക്ക ഫെസ്റ്റിവൽസിനും. ആ സമയത്തൊന്നും അച്ഛൻ അങ്ങനെ വരാൻ പറ്റാറില്ല. അപ്പം ഞങ്ങൾ അമ്മയും മക്കളും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു എപ്പോഴും ആ സമയത്ത് ചെറിയ സങ്കടമൊക്കെ ആയിരുന്നു. എപ്പോഴും ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആൾ വന്നില്ലല്ലോ, കുഞ്ഞിലേ ചോദിക്കുമല്ലോ, അച്ഛൻ വരില്ല, അന്നറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ പിന്നെ വലുതായപ്പോഴാണ് സിറ്റുവേഷൻസ് മനസ്സിലാകുന്ന, ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോഴും എന്തോ ഒരു മിസ്സിങ് ആണ് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ യൂസ് ടു ആയി, വലുതാവും തോറും പിന്നെ നമുക്ക് ഓക്കെ കുഴപ്പമില്ല, മനസ്സിലായി അങ്ങനെ. പക്ഷെ എന്നാലും നമ്മൾ പിള്ളേർ സെറ്റ് ആസ്വദിക്കുക എന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഉത്സവത്തിനൊക്കെ പോകുന്നൊക്കെ തന്നെ. ഉത്സവം നാടകം കാണാൻ പോയിട്ടുണ്ട് ഞാൻ. വല്ലാത്തൊരു ഫീലല്ലേ ശരിക്കും? ഭയങ്കര ഫീലായിരുന്നു. അങ്ങനെയൊന്നും പോകലില്ലല്ലോ. ഫ്രീഡം അങ്ങനെ ഫ്രീഡത്തിന് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു ഇപ്പം അത് കുറഞ്ഞു, അത് പോയി കാണണം. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കും ഒന്ന് പോകണം. ഞാൻ ഈ അടുത്ത് ഈ കഥകളിയൊക്കെ കാണാൻ തൃപ്പൂണിത്തറയിലൊക്കെ അത് കണ്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനത്തെയൊക്കെ ഇപ്പം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ പോയി കണ്ടിരുന്നു ഇപ്രാവശ്യം ഉത്സവമൊക്കെ വന്നപ്പോൾ. പക്ഷെ ഇപ്പം അത്രയും ഫ്രീ ആയിട്ട് കാണാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എവിടുന്ന ക്യാമറ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നു ഓരോ ചാനലുകൾ. ആണോ? അപ്പൊ ഒരു ആസ്വദിക്കാനും പറ്റില്ല, അവിടെ ക്യാമറ. പിന്നെ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വലിയ കുഴപ്പമുണ്ടാവാറില്ല. ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞവരങ്ങ് പൊക്കോളും. ശല്യമില്ല. ഈ വൈകുന്നേരങ്ങളിൽ ഒരു 5-5:30 സമയത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിട്ട്, അല്ലെങ്കിൽ ആനകള് പോകുന്നു. വല്ലാത്തൊരു ഫീലാണ്. കാരണം എന്റെ തൃശ്ശൂരാണ് നാട്, പൂരങ്ങളുടെ നാടാണ്. അപ്പോൾ ഉത്സവ സമയത്ത് ഫുള്ള് തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും ആറാട്ടുപുഴ പൂരം, അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് എല്ലാ ആനകളും പോവാം. അപ്പം ഞാൻ ആനപ്രേമിയാണ്. അതാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെയുള്ള ഓർമ്മ. ആന ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തത്. അപ്പം നമ്മളന്ന് കുഞ്ഞാണ്. അപ്പം എന്നെ എടുത്ത് കൊടുക്കുമ്പോൾ ഈ ഫുൾ കൈ പോവും വായിലേക്ക്, അത്രയും ചെറുതാണ് ഞാൻ. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു. ബാസ്റ്റ്യൻ പേര് ആന ഉണ്ടായിരുന്നു. അതെപ്പോഴും ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ വെള്ളം പഴമൊക്കെ കൊടുക്കാറുണ്ട്. അത്രയും മെമ്മറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനപ്രേമിയാണ്. എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും പോയി ആനയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പേടിയില്ല. ആനനെ ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂരുകാരുടെ ഒരു അതിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ ഈ ആനക്ക്? ഇല്ല, അന്ന് ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോ ഒന്നും അങ്ങനെയല്ല, അന്നൊന്നല്ല, അന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ അങ്ങനെ സെൽഫി അതൊന്നും ഇല്ലല്ലോ. എന്നൊക്കെയാണ് ഞാൻ സെൽഫി ഒക്കെ എടുത്തത്. ഇന്നുണ്ട് കുറെ ആനകളുടെ കൂടെയുള്ള. ഇപ്പോഴും ഈ ആനാന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഒരു വികാരം തന്നെയാണ്. ആന ഒരു എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആനനെ കാണുമ്പോൾ, എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ആനനെ കാണുമ്പോൾ.